ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടാകാതെ ഒരുപാട് നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുന്നതെന്നാണ്. എന്നാൽ ശരി, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെയാണ്. അപ്പോൾ ഈ രണ്ടും ഈക്വൽ അളവിൽ വേണം നമ്മളത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 150 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരല്പം പോലും വെള്ളം ഒന്നും ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അതിന് മുന്നേ നമ്മളിതിലേക്ക് ചേർക്കേണ്ട ഒരു 2 കാര്യം കൂടിയുണ്ട്. അതിലൊന്ന് വെളിച്ചെണ്ണയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ വെളിച്ചെണ്ണയും ഉപ്പും ചേർക്കുന്നത് ഇത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ നമ്മൾ വെളിച്ചെണ്ണ വെക്കുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ ഫ്രീസ് ആയിട്ടാണ് കിട്ടുന്നത്. നല്ല കട്ടയായിട്ട് കിട്ടും. സാധാരണ മറ്റേ ഏത് ഓയിൽ വെച്ചാലും ഇതുപോലെ നമുക്ക് കട്ടയായിട്ട് കിട്ടില്ല. നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, ഫ്രീസറിലല്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ എന്തെങ്കിലും മായം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ഓയിൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ തിക്കായിട്ട് വരും. അപ്പോൾ അതുപോലെ തിക്കായിട്ട് കട്ടയായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മായം ചേർന്നിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ ഒരല്പം ഉപ്പും കൂടി ആകുമ്പോഴത്തേക്കും ഇത് ഒരുപാട് നാളെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ശരി, നമുക്കിനി ഇത് ഫൈനായിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കാതെയാണ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരു എയർ ടൈറ്റ് ബോട്ടിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഓയിൽ യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ളവർ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഓയിൽ മാറ്റിയതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 ആഴ്ച മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരും. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങും. അപ്പോഴത്തേക്കും അത് ഫ്രഷ് അല്ലാതെ ആകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇത് അരച്ചെടുക്കാം. അപ്പോൾ അത് 2 ആഴ്ച മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതും. അപ്പോൾ ഇത് മിക്കവാറും പേർക്കും അറിയാവുന്നതായിരിക്കും. ഇത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.